ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു തക്കാളി ചോറുണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി, ഇത് ബാസ്മതി നമ്മുടെ സാധാരണ ചോറില്ലേ ആ ചോറിനും ഉണ്ടാക്കാം. പക്ഷേ തക്കാളി ചോറായിട്ടിരിക്കണം, ചോറായിട്ടുണ്ടെങ്കിൽ അതിനും ഉണ്ടാക്കേ. അപ്പോൾ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി അളന്ന് 2.5 ഗ്ലാസ് അരി അളന്ന് 15 മിനിറ്റ് കഴുകി 15 25 മിനിറ്റ് ഇട്ടുണ്ടായിരുന്നേ. 25 മിനിറ്റ് ഇട്ട് ഉതുത്ത് വെള്ളം ഊറ്റി വെച്ചേക്കുന്ന അരിയാണിത്. ഇത് ബാസ്മതി റൈസാണേ. എന്നിട്ട് നമുക്കതിന് വേണ്ടിയിട്ട് ഇത് തുടങ്ങാം. നമുക്ക് അടുപ്പ് കത്തിക്കാം, സ്റ്റൗ ഓണാക്കാം. പാത്രത്തിൻ്റെ വെള്ളമായി ഒന്ന് പോട്ടെ, പാത്രമൊക്കെ ചൂടാവട്ടെ. നമ്മൾ പാത്രം ചൂടായി. ഇതിനകത്ത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് നല്ലപോലെ ഒന്ന് പൊട്ടട്ടെ. കടുകൊക്കെ പൊട്ടി ഇതിനകത്ത് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്ത് ഇതിനകത്ത് 1 ബേ ലീഫ്, ഒരു ചെറിയൊരു കഷ്ണം പട്ട, ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു 7-8 കുരുമുളക് അതും ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില, 2 വലിയ പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, 1 സവാള കൊത്തി അരിഞ്ഞത്, സവാളയൊക്കെ ഒന്ന് നല്ല വഴന്നു വരട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിലേക്ക് പച്ച മണം ഒന്ന് മാറട്ടെ. ഇത് പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ വെക്കാൻ എളുപ്പമുള്ളൊരു റൈസാണേ, തക്കാളി റൈസ്. പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമുക്ക് വീട്ടിൽ ചോറ് ഇരിപ്പുണ്ടെങ്കിൽ അത് വെച്ച് ഏതരിയിലും ചെയ്യാമേ. ചോറ് വേണമെന്നേ ഉള്ളൂ. മട്ട അരിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചോറ് വേണം, അല്ലെങ്കിൽ അത് വേഗം ഭയങ്കര പാടല്ലേ. ഞാൻ ചെയ്തിട്ടുണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഈ വഴന്ന സവാളയിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ചെറിയൊരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇതിലോട്ട് 1/2 കപ്പ് ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ ആണേ, അതിട്ട് കൊടുത്ത് ഇതിലോട്ട് ഇപ്പം ഞാനിത് 2.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതിന് ഞാനൊരു വലിയ 3 തക്കാളി എടുത്തിട്ടുണ്ടേ. അത് കുഞ്ഞായിട്ട് അരിഞ്ഞ് അത് ഇതിനകത്തിട്ട് കൊടുക്കേ.
നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ശകലം നേരം നമുക്കൊന്ന് അടച്ചിടാം. 1-2 മിനിറ്റ് ഒന്ന് അടച്ചിടാം. ഇത് തീ ഒരു ശകലം കുറയ്ക്കാം, മീഡിയത്തിൽ വെക്കാം. ഇത് 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഇത് നമുക്ക് നമ്മുടെ തക്കാളി കൂട്ട് നോക്കാം. ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. ഇനി ഇതിലോട്ട് നമ്മൾ ഈ കഴുകിക്കൊണ്ട് വെച്ചിരിക്കുന്ന അരിയില്ലേ, അതിട്ട് കൊടുക്കാം. കഴുകി 15 മിനിറ്റ് കുതിർത്ത അരിയാണ്. ഇത് പ്രഷർ കുക്കറിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 1 വിസിൽ കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് പുതിന, ഒരു പിടി പുതിന, കുറച്ച് മല്ലിയില, ഇനി ഇതിലോട്ട് ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ. ഇത് 2.5 ഗ്ലാസ് അരിയാണ്. ഞാൻ 5 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ചോറ. ഇപ്പം ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് വെച്ചെടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ടിട്ട് ഓരോ അരിക്കും ഓരോ വേവുണ്ടേ. തീ കുറച്ചിട്ടിട്ട് എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പം തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ചിട്ട് കൊടുത്തിട്ട് 10 മിനിറ്റ് ഇടാം. നമ്മുടെ ചോറിൻ്റെ അരി തിളച്ചേ. ഇനി ഇതിനകത്ത് നമുക്ക് കവർ ചെയ്തിട്ട് തീരെ തീ കുറച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് കിടക്കട്ടെ. അത് കഴിഞ്ഞ് നോക്കാം. നമ്മുടെ ചോറ് ഒരു 8 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തീരെ ചെറിയ തീയിലിട്ടേക്കാം. ഞാൻ 10 മിനിറ്റ് വരെ ഇടുന്നില്ല. 8 മിനിറ്റ് കഴിഞ്ഞത്. ഇനി ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കേ, സ്റ്റൗ ഓഫാക്കി ഇതിങ്ങനെ കിടക്കട്ടെ. ഒരു 5 മിനിറ്റ് കിടക്കട്ടെ. ഇതിന് വേണ്ടി നമുക്കൊരു റേത്ത ഉണ്ടാക്കേ. ഞാൻ 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്, ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത്, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത്, നല്ലോണം മിക്സ് ചെയ്യാം.
ഇതിലോട്ട് ഒരു ചെറിയൊരു തക്കാളി കുഞ്ഞായിട്ടരിഞ്ഞത് അതിട്ട് കൊടുക്കുക. ഇതിനകത്ത് ഒരു പിടി ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ. ചൂടിരിക്കട്ടെ. ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് ചോറ് നോക്കേ. നമ്മുടെ ചോറ് നോക്കേ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടേ. ഓക്കെ, ഈ തവി റെഡി ആവില്ല, വേറെ തവി എടുക്കട്ടെ. ഇപ്പൊ ഭയങ്കര ചൂടല്ലേ. ഈ പട്ടയും ബേ ലീഫും ഒക്കെ മാറ്റിയേക്കട്ടെ. ഇതൊന്ന് ചൂടൊന്ന് മാറട്ടെ, എന്നിട്ട് നമുക്കൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിതൊരു പ്ലേറ്റിലോട്ട് വിളമ്പുവേ. അധികം തണുക്കാൻ വെക്കുന്നില്ല. ഏലക്കാതൊന്ന് മാറ്റാം. കണ്ടില്ലേ നമ്മളെ തക്കാളിച്ചോറും ഈ തൈര് അതും കൂടെ കൂട്ടി കഴിക്കാം. പിന്നെ ഒരു പപ്പടവും. സൂപ്പർ ടേസ്റ്റാണ്. ഇതിനെ വെല്ലം വേറൊന്നുമില്ല. പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഓഫീസിൽ പോകാനും രാവിലത്തെ കാര്യം വെജിറ്റബിൾ ചെല്ലുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഫ്ലവറും ഒക്കെ ഇടാം. ആ തക്കാളിയുടെ ആ ടേസ്റ്റ് മുമ്പോട്ട് നിൽക്കണേ. അതുകൊണ്ട് നല്ലതുപോലെ തക്കാളി ഇടണം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.